ഹായ്, ഞാൻ അമൽ ഗോവിൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നോടെ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അടുത്ത് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും നമ്മുടെ ചിക്കൻ കറിയെ മോസ്റ്റ് ടേസ്റ്റിയസ്റ്റ് ചിക്കൻ കറി ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 2.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 കിലോ ചിക്കന് 1 ടേബിൾ സ്പൂൺ എന്ന രീതിയിലുള്ള ഒരു കണക്കിലാണ് ചില്ലി പൗഡർ വേണ്ടി വരിക. അപ്പോൾ 2.5 കിലോ ഉണ്ട്, ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളിങ്ങനെ മുകളിൽ തൂക്കിയിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വേണമെന്നുള്ളത്. പിന്നെ ഒരു ഹാഫ് ഓഫ് എ ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും മുകളിൽ തൂക്കി കൊടുക്കാം. നമുക്കിങ്ങനെ മുകളിലിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടാം എപ്പോഴും മസാല ഇടുമ്പോൾ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം കവറായിട്ടുണ്ടോ, അത് മതിയാവുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ഉപ്പ് സാൾട്ട് മതിയാവും. ഹാഫ് ടു 1 ടേബിൾ സ്പൂണോളം ഉപ്പ് മതിയാവും. ഇനി വേണ്ടത് തൈരാണ്. ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കുക. 4 വരെ ആവും, എന്നാലും പ്രശ്നമില്ല. 4 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം മാരിനേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. എന്നാലാണ് ഇതെല്ലാം ഒന്ന് ചിക്കനിൽ പിടിച്ചിട്ട് ഒന്ന് സെറ്റ് ആവുള്ളൂ. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടി വെച്ചിട്ട് ചൂടായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിലാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഓയിൽ അബ്സോർബ് ചെയ്തെടുക്കും നന്നായിട്ട് തിളച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണ്ട. പാത്രത്തിൻ്റെ ചുവട്ടിൽ ജസ്റ്റ് ഒരു കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ചിക്കൻ എന്നിട്ട് സ്പ്രെഡ് ചെയ്തിടുക, ഒരുമിച്ചിടാതെ ഒന്ന് അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5-6 മിനിറ്റിന് ശേഷം ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ച് വന്നിട്ട് കൊടുക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരു 6-7 മിനിറ്റ് ശേഷം ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി തീയാവരുത്, ഒരു മീഡിയം ഫ്ലെയിമേ മതി. ഏകദേശം ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആയിട്ടുള്ള ഒരു മീഡിയം ഫ്രൈ ആയിട്ടേ ഉള്ളൂ, ഒത്തിരി ഫ്രൈ ആവരുത്. ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒന്ന് വേവുന്ന രീതിയിൽ ആയാൽ മതി. ഒരു ഏകദേശം 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ അത്യാവശ്യം നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഈ ചിക്കനെ കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൽ വന്നിട്ടുള്ള ഈ ഓയിലിൽ തന്നെ നമുക്ക് ഇനി ചിക്കന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അടുത്ത സ്റ്റെപ്പിന് നമുക്ക് ചിക്കന് വേണ്ട മസാല റെഡിയാക്കി എടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഈ ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലോട്ട് തന്നെ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ സവാള ആണെങ്കിൽ 4 മതിയാവും. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ഏകദേശം 5 സവാള വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇതാ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് നടുവിലൊരു പകഞ്ഞ് മാറ്റി കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ആ നടുവിലുള്ള സ്പേസിലോട്ട് നമുക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കൊറിയൻഡർ പൗഡർ ഇടാം.
പിന്നെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരല്പം ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡർ ആദ്യം ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ചിലപ്പോൾ കരിഞ്ഞു പോകും. അത് അവസാനം ഇട്ടാൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർന്ന സംഭവം ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ ഈ മുളക് പൊടിയും ഈ ചേർന്ന മസാല നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനുശേഷം മാത്രം നമ്മുടെ ഈ സവാളയും തക്കാളിയൊക്കെ ചേർന്ന മിക്സായിട്ട് ഇത് ഒരുമിച്ച് മിക്സ് ആക്കാം. ഓക്കെ, ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ഇനി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് 2-3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂണോടത്തോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഒരു 2-3 മിനിറ്റ്സ് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക. തൈര് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് നമ്മുടെ സ്ലൈറ്റ്ലി ഫ്രൈ ചെയ്ത ചിക്കൻ, ചെറിയ തോതിൽ വേവിച്ച ചിക്കനില്ലേ, അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു കണ്ടിന്യൂസ് ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ആ ചിക്കൻ ഗ്രേവി മിക്സിന് ഒന്ന് സൈഡിലോട്ട് വകഞ്ഞ് മാറ്റിയിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഏകദേശം 2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പച്ചവെള്ളം ആയതുകൊണ്ടാണ് മാറ്റി വെച്ചത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചാലും മതിയാവും. ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത പച്ചവെള്ളം തിളച്ച് വരുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തിളപ്പിച്ച വെള്ളം, നല്ലതായിട്ട് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഏകദേശം 5-10 മിനിറ്റ്സ് നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളി ചിക്കൻ കറി നല്ല തിക്ക് ഗ്രേവിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പവും ബിരിയാണിയുടെ ഒപ്പവും നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. സിമ്പിളാണ്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്തെടുക്കാവുന്ന ഒരു നല്ലൊരു ചിക്കൻ കറിയാണ്. ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഇവിടെ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള കുറച്ച് ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ ആയിട്ട് നമുക്കിത് അവർക്ക് കൊണ്ടു കൊടുക്കാം. കുറേ നാളായി വിചാരിക്കുന്നു, ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യവും സമയവും ഒത്തു വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലെ പറഞ്ഞൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, ഈ ഭക്ഷണം ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വാങ്ങിച്ചിട്ട് അവർ എൻ്റെ മുഖത്ത് നോക്കിയൊരു ചിരി ചിരിച്ചു. അതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഉണ്ടാക്കിയ ഈ ഭക്ഷണത്തെ ദ മോസ്റ്റ് ടേസ്റ്റിയസ്റ്റ് വണ്ണാക്കിയത് അവിടെ പുഞ്ചിരിയായിരുന്നു. ഒരുപക്ഷെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ഫ്രം അമൽ ഗോവിന്ദ്.